ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഞാൻ ഓരോരോ വീഡിയോകൾ ഇടുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ ഇടൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ പ്രതീക്ഷിച്ചൊരു മറുപടി മാത്രമല്ല, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നു പോകുന്നില്ലെന്ന് തോന്നുന്നു. കാരണം വീഡിയോ ഇടുന്നത് തന്നെ നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. പഴയതുപോലെ എനിക്ക് ആക്റ്റീവായിട്ടുള്ള വീഡിയോകൾ ഇടാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഇപ്പം എൻ്റെ മാനസികാവസ്ഥ അതായതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ആശുപത്രിയിലിരുന്ന് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടും ആശുപത്രിയിൽ സഹായം എനിക്ക് ആവശ്യമായതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. പക്ഷേ അതിനൊരു കമൻറ്റ് പോലും ആരും ഇടുന്നില്ല. എല്ലാവരും വെറുതെ കണ്ടുപോകാമെന്ന് തോന്നുന്നു. പക്ഷേ ഞാനെടുത്ത് നോക്കുന്നുണ്ട്, പലപ്പോഴും വീഡിയോ എടുത്ത് നോക്കാറുണ്ട്. ആരെങ്കിലും ഒരു കമൻറ്റെങ്കിലും ഇടാമെന്ന് തോന്നുന്നു. കാരണം പക്ഷേ വീഡിയോ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഇതിലെല്ലാം ഞാൻ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടുകാരും ഫ്രണ്ട്സുകളും ഒന്നും നമ്മുടെ വീഡിയോ കണ്ടിട്ടൊരു മൈൻഡ് പോലും ഇല്ലാതെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരോടും സഹായം തരാനല്ല പറഞ്ഞത്. പറ്റുമെങ്കിൽ പറ്റുന്നവർ ഒരു സഹായം ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഒരു കമൻറ്റുകളെങ്കിലും ഇട്ട് നമ്മളെ ഒന്ന് പ്രാർത്ഥിക്കാമെന്നെങ്കിലും പറഞ്ഞ് നമുക്കത് കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ടാകും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കൂത്തും ആട്ടവും ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഇടുന്ന എല്ലാവരും കമൻറ്റുകൾ അതൊക്കെ ഇടുന്നതാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള വിഷമകരമായ വീഡിയോകൾ, സങ്കടകരമായ വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും. അതൊന്നും ആരും അത്ര മൈൻഡ് ചെയ്യാറില്ല. ഇങ്ങനെയുള്ള വീഡിയോക്കൊക്കെ മൈൻഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറഞ്ഞത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ആശുപത്രിയിൽ അധികം ദിവസം ഉണ്ടാവില്ല, കുറച്ച് ദിവസം കൂടെ കാണുകയുള്ളൂ. 1, 2, 3 ദിവസത്തെ കഷ്ടിച്ചേ കാണുകയുള്ളൂ. ഇതുവരെ എൻ്റെ പൈസ കറക്റ്റായിട്ട് സെറ്റായിട്ടില്ല. ഞാൻ വീണ്ടും എല്ലാവരോടും പറയുകയാണ്, പറ്റുമെങ്കിൽ പറ്റുന്നത് പോലെ 100-എങ്കിൽ 100, 50-എങ്കിൽ 50 നിങ്ങൾ തരുന്ന കുഞ്ഞു എമൗണ്ടുകൾ എനിക്ക് വലിയൊരു ഉപകാരമായിട്ട് തന്നെ വരും. അതിനാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നത്. എനിക്ക് പൈസ ഇതുവരെ സെറ്റായിട്ടില്ല. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് പൈസ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന്. ഇല്ല, ഒരുപാട് ഗ്രൂപ്പിലും അതിലും എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒന്നും ഇതുവരെ സെറ്റായിട്ടില്ല. പിന്നെ നമുക്കങ്ങനെ വീഡിയോ എപ്പോഴും ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നും ഇല്ല. ഓടി നടന്ന ഫാർമസിയിലെ കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ മരുന്ന് മേടിക്കാനും എല്ലാം ചെയ്യണം. ഞാൻ തന്നെ പോവുകയും ചെയ്യണം. അതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയവും ഇല്ല. നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനേ പറ്റുള്ളൂ, തരുമെങ്കിൽ തരുന്നു. അപ്പം പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും എന്തെങ്കിലും ചെയ്യണം. കാരണം എന്താ, ഏട്ടൻ കിടക്കുമോ, ഞാൻ ചുമ്മാ പറയുവാണെന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ. റൂമിലേക്ക് വന്നു, ICUവിൽ നിന്ന് ഇറങ്ങി, ആളിപ്പോൾ റൂമിലുണ്ട്. പക്ഷേ എന്നാലും അധികം ഞാൻ മിണ്ടാനും എടുക്കാറൊന്നും ഇല്ല. അത്യാവശ്യം റെസ്റ്റ് തന്നെ കൊടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. റെസ്റ്റ് തന്നെ എടുക്കുവാണ്. കാരണം അതേ മോനും ഉണ്ട്, അവനും അച്ഛനോടൊപ്പം ഇവിടെ ഉണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് നമ്മളെ സഹായിക്കണം. കാരണം ഇപ്പോഴല്ലേ നമുക്കത് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. നമുക്ക് ആവശ്യമുള്ളപ്പോഴല്ലേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും നൽകി ഈ കുഞ്ഞിൻ്റെയും നിങ്ങൾ നോക്കി, കുഞ്ഞു ഓമന എന്ത് വിഷമിച്ച് ഈ ആശുപത്രിയിൽ വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ ആശുപത്രി വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതെന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായില്ലേ. അപ്പം പറ്റുന്ന രീതിയിൽ, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ വേണ്ടില്ല, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെങ്കിലും പോവുക. കാരണം അതേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ച് നോക്ക്.